ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു മാസമാണ്. അതായത് ഒരു ഫൈനാൻഷ്യൽ ഇയർ തീർന്നിട്ട് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. ശരിക്കും ഒരു ട്രേഡറെയോ ഒരു ഇൻവെസ്റ്ററെയോ സംബന്ധിച്ചിടത്തോളം ഇതൊരു ന്യൂ ഇയർ പോലെയാണ് ഇല്ലേ. കഴിഞ്ഞ വർഷത്തിന്റെ റിവ്യൂ ഒക്കെ നടത്തി പുതിയ വർഷത്തിലേക്ക് റെസൊല്യൂഷനും പ്ലാനിങ്ങും ഒക്കെ നടത്തുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ ഒരു സമയം ആയതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് നിങ്ങൾക്കറിയാം ഒരു ഫൈനാൻഷ്യൽ ഇയർ തീരുമ്പോൾ ആശാൻ PNL വീഡിയോ ആയിട്ട് വരും, ശരിയല്ലേ? അതായത് കഴിഞ്ഞ വർഷത്തിൽ എന്റെ ട്രേഡിങ്ങിൽ നിന്ന് ഞാൻ എത്ര ലാഭം ഉണ്ടാക്കി എന്ന് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യലുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഓരോ വർഷവും എല്ലാ വർഷവും ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ കൂടെ ഒരു ആഡഡ് എക്സ്ട്രാ വാല്യൂ കൂടി ഞാൻ തരലുണ്ട്, ശരിയല്ലേ? അപ്പൊ ഇത്തവണ ആ ഒരു സമയമായപ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റിവീൽ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചു എന്ത് എക്സ്ട്രാ വാല്യൂ ആണ് ഞാൻ തരിക. അപ്പോഴാണ് ശരിക്കും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് ഹിറ്റ് ആയത്. അതായത് എല്ലാ വർഷവും വന്നിട്ട് ഞാൻ എൻ്റെ ട്രേഡിംഗ് PNL കാണിക്കുന്നുണ്ട്. ഞാൻ ഓപ്ഷൻസ് ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയ ലാഭം ഞാൻ കാണിക്കുമ്പോൾ എഫക്റ്റീവ്ലി എന്താണ് സംഭവിക്കുന്നത്? കുറെ ഓപ്ഷൻ ട്രേഡേഴ്സ് മോട്ടിവേറ്റ് ആകുന്നുണ്ട്. നിങ്ങൾ കുറെ പേർക്ക് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്, ട്രേഡിംഗ് പോസിബിൾ ആണെന്ന് തോന്നുന്നുണ്ട്, ഇല്ലേ? അങ്ങനെ ഓപ്ഷൻസ് ട്രേഡിങ്ങിന് അറൗണ്ട് കുറെ മൂഡ് ക്രിയേറ്റ് ആകപ്പെടുന്നുണ്ട്. ശരിയാണ്, വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങൾക്ക് അറിയില്ല എത്ര പേരാണ് എനിക്ക് മെയിൽ അയക്കലുള്ളത്. ആ വർഷത്തെ ട്രേഡിംഗ് PNLും അതിന്റെ അപ്ഡേറ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങളിൽ കുറെ അധികം ആൾക്കാർ എനിക്ക് മെയിൽ അയക്കലുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, കഴിഞ്ഞ കുറെ നാളായിട്ട് പല വീഡിയോയിലായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ട്രേഡിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാൽ എല്ലാവരുടെ ലൈഫിലും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ട സംഭവം എന്താണ്? അത് ഇൻവെസ്റ്റിംഗ് ആണ്. ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ വർഷം വാല്യൂ തരാനായിട്ട് ഒരു വലിയ ചേഞ്ച് വരുത്താനായിട്ട് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക? എന്റെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ തുറന്ന് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? അപ്പൊ അതാണ് ഈ വർഷത്തെ പ്ലാൻ. അപ്പൊ അതിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഇതൊരു ഷോ ഓഫ് അല്ല. എന്റെ പോർട്ട്ഫോളിയോ ഇത്രയുണ്ട്, ഇതിൽ ഇതൊക്കെയാണെന്ന് ഉള്ള ഒരു ഷോ ഓഫേ അല്ല. ഇൻഫാക്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, ഞാൻ ജഡ്ജ് ചെയ്യപ്പെടുകയോ എന്നൊരു പേടിയാണ് എനിക്കുള്ളത്. അപ്പോൾ എന്റെ വൈ അതല്ല. എന്റെ വൈ പ്യോർലി ട്രേഡിംഗ് PNL കാണിക്കുന്നതുകൊണ്ട് എന്താണ് ചെയ്തത്? ഒന്ന്, എനിക്ക് ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ, ഞാൻ എന്താണോ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു അവസരമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് ഞാൻ എന്റെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ കാണിക്കുന്നത് കൊണ്ട് നിങ്ങളിൽ ഐ ആം ഷുവർ കുറച്ച് പേരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനും ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനും അതിനെ ഇങ്ങനെ പരിപാലിച്ച് പരിപോഷിപ്പിച്ച് വളർത്താനും ഒക്കെ ഉള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ അജണ്ട. അഗൈൻ അനദർ ഇയേഴ്സ് അനദർ ട്രേഡിംഗ് PNL റിവീൽ വീഡിയോ. വളരെ എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അജണ്ട സിമ്പിൾ ആണ്. ഏറ്റവും ആദ്യം എന്റെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ നമ്മൾ തുറക്കുന്നു, കാണുന്നു, അതിന്റെ അനാലിസിസ് നടക്കുന്നു, അതിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നു. രണ്ടാമത് എന്റെ കഴിഞ്ഞ വർഷത്തെ ട്രേഡിംഗിന്റെ PNL എന്താണ് എന്ന് നമുക്ക് കാണാം. അപ്പൊ ഇനിയും സമയം കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട്. വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ പോർട്ട്ഫോളിയോ മുഴുവനായി തുറന്ന് കാണുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ എനിക്ക് തരേണ്ടതുണ്ട്. കാരണം പോർട്ട്ഫോളിയോയും അതിലെ ഫണ്ടുകളും അതിന്റെ എക്സാക്ട് നെയിംസും അതിന്റെ അലോക്കേഷനും എല്ലാം തന്നെ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഒരു തരത്തിലും ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ടോ റെക്കമെൻഡേഷൻ ആയിട്ടോ എടുക്കാതിരിക്കുക. പ്യോർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഡിസ്ക്ലെയിമർ ഞാൻ തീർച്ചയായിട്ടും തരികയാണ്. ശരിക്കും ഇത് പറയുമ്പോൾ എനിക്ക് നമ്മുടെ പഴയകാല വീഡിയോകളിൽ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ഒക്കെ വീഡിയോസിന്റെ തുടക്കത്തിൽ ഞാൻ ഡിസ്ക്ലെയിമർ തരുന്ന ആ ഒരു ഓർമ്മയൊക്കെ വരികയാണ്. ആ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് ഞാൻ പോവുകയാണ്. എനിവേസ്, അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോയിലേക്ക് കടക്കും ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് എന്റെ പോർട്ട്ഫോളിയോയിൽ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അവിടെയാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സംസാരിക്കേണ്ടത്. നമ്മൾ പലപ്പോഴായിട്ട് ഇവിടെ സംസാരിച്ചിട്ട് ഉള്ള ഒരു വിഷയം തന്നെയാണ്. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താം. നമുക്ക് ഐദർ ഒരു ആക്റ്റീവ് ഇൻവെസ്റ്റർ ആകാം, അല്ലെങ്കിൽ നമുക്കൊരു പാസീവ് ഇൻവെസ്റ്റർ ആകാം. എന്താണ് ഒരു ആക്റ്റീവ് ഇൻവെസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വന്തമായിട്ട് നല്ല സ്റ്റോക്സിനെയൊക്കെ റിസർച്ച് ചെയ്ത് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്ത് നടത്തി കണ്ടുപിടിച്ച് അങ്ങനെ സ്വന്തമായി കണ്ടുപിടിച്ച സ്റ്റോക്കുകൾ കൊണ്ടൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതിനെ ആക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽ എന്ന് വിളിക്കാം. രണ്ടാമത്തെ സ്റ്റൈൽ പറഞ്ഞതുപോലെ പാസീവ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈലാണ്. അവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ സ്വന്തമായി റിസർച്ച് ചെയ്തിട്ട് ഓരോരോ സ്റ്റോക്കുകളെ കണ്ടെത്തുന്നില്ല, എന്നാൽ നമ്മൾ കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ട്സിനെയാണ് കണ്ടെത്തുന്നത്. അപ്പൊ അവിടെ വിശ്വാസം എന്താണ്? ഈ മ്യൂച്വൽ ഫണ്ട്സ് റൺ ചെയ്യുന്നത് എക്സ്പേർട്ട് ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ് ആണ്. അവർ ബുദ്ധിപരമായിട്ട് ഡീപ്പ് റിസർച്ച് നടത്തിയിട്ട് ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയിട്ട് നല്ല സ്റ്റോക്സിനെ കണ്ടുപിടിച്ചിട്ടാണല്ലോ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ പൈസ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇട്ടാൽ മതിയല്ലോ എന്നുള്ളതാണ് പാസീവ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈലിലെ ഒരു സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം കുറെ നാളായി ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ഞാൻ ഇന്നൊരു പാസീവ് ഇൻവെസ്റ്റർ ആണ്.
ആക്റ്റീവായിട്ട് സ്വയം പോയിരുന്ന സ്റ്റോക്സ് കണ്ടെത്തി അതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്ന ഒരാളല്ല. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കുറെ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ എന്റെ ഫോക്കസ്, കാരണം ഒരു മനുഷ്യന്റെ കയ്യിൽ ലിമിറ്റഡ് സമയമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ലിമിറ്റഡ് മെന്റൽ ഫോക്കസേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള എന്റെ ഫോക്കസ് പോകുന്നത് എന്റെ ട്രേഡിംഗ് ബെറ്റർ ആക്കാനായിട്ടാണ്, എന്റെ കമ്പനി ആയിട്ടുള്ള മാർക്കറ്റ് ഫീഡ് ബിൽഡ് ചെയ്തിട്ട് അതിനെ കുറേയും കൂടെ ബെറ്റർ ആക്കാനായിട്ടാണ്. അപ്പൊ എന്റെ കൂടുതൽ സമയം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്കാണ്. അപ്പോൾ ഏറ്റവും നല്ല സ്റ്റോക്കുകളെ കണ്ടെത്താൻ രാത്രികളായ രാത്രികൾ ഇരുന്ന് മണിക്കൂറുകളുടെ റിസർച്ച് നടത്തിയിട്ട് ബെസ്റ്റ് സ്റ്റോക്സ്, ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അതിഭീകരമായ അതിശക്തമായ റിസർച്ച് നടത്തിയിട്ട് ബെസ്റ്റ് സ്റ്റോക്സ് കണ്ടെത്തണം. അപ്പൊ അത്ര സമയം എൻ്റെ അടുത്ത് ഇല്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ ഇൻവെസ്റ്റിംഗ് എല്ലാം പാസീവ് ആണ്. ഞാൻ മ്യൂച്വൽ ഫണ്ട്സിലേക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പലപ്പോഴായിട്ട് അവിടെ ഇവിടെ കുറച്ച് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്തതിലൂടെ എനിക്ക് കിട്ടിയ സമയത്ത് ചെറിയ ചെറിയ റിസർച്ചുകളൊക്കെ ചെയ്തതിലൂടെ ഒരു ചെറിയൊരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ, ഒരു ആക്റ്റീവ് സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ ഈ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയുടെ സൈസിലല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതും അനലൈസ് ചെയ്യാൻ പോകുന്നതും ഞാൻ പാസീവ് ഇൻവെസ്റ്റിംഗിലൂടെ ബിൽഡ് ചെയ്ത എന്റെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ആണ്. അപ്പൊ അതെന്തായാലും മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് പോയിട്ട് എന്റെ കഴിഞ്ഞ കുറെ വർഷങ്ങൾ കൊണ്ട് വളരെ കെയർഫുള്ളി ബിൽഡ് ചെയ്തെടുത്ത മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നമുക്ക് കാണാം. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യകാലങ്ങളിൽ ജോലി കിട്ടിയ സമയത്ത് SIP ചെയ്ത മ്യൂച്വൽ ഫണ്ടുകൾ പോലും ഇതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്ക്രീനിലേക്ക് പോയിട്ട് സ്ക്രീൻ പ്രസന്റ് ചെയ്തുകൊണ്ട് ഓരോ പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് ആക്ച്വലി എന്ത് ഫണ്ടാണ് എന്താണെന്നുള്ളതെല്ലാം വളരെ വിശദമായി നമുക്ക് കാണാം. അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ വന്നിരിക്കുന്നത് MF സെൻട്രൽ എന്ന ഈ ഒരു വെബ്സൈറ്റിലേക്കാണ്. MF സെൻട്രൽ എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ അഗ്രഗേറ്റർ പ്ലാറ്റ്ഫോമാണ്. കാരണം നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ മ്യൂച്വൽ ഫണ്ടുകളും പല പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഏതൊക്കെയോ പ്ലാറ്റ്ഫോമിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഏത് ബ്രോക്കറിലാണോ ട്രേഡ് ചെയ്യുന്നത് അവിടെ ഞാൻ കുറെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലത്ത് പോയി കാണിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ MF സെൻട്രൽ എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങളും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്ലാറ്റ്ഫോംസിലുള്ള മ്യൂച്വൽ ഫണ്ടിനെയും ഒരുമിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ഒഫീഷ്യൽ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. ഈ പ്ലാറ്റ്ഫോമിൽ പോയാൽ നിങ്ങൾക്കും ഫ്രീ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ മ്യൂച്വൽ ഫണ്ടും ഒരൊറ്റ സ്ഥലത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ വ്യൂ പോർട്ട്ഫോളിയോയിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയും ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ SOA ഹോൾഡിംഗ്സ് എന്ന് പറയുന്നത് ചില പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഫോളിയോ രൂപത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാൽ ചില പ്ലാറ്റ്ഫോംസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഡിമാറ്റ് ഹോൾഡിംഗ്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ SOA ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത് ബ്രോക്കർ വഴി ആയിരുന്നില്ല, എപ്പോഴും ചില പ്ലാറ്റ്ഫോംസ് വഴിയായിരുന്നു. ആ പ്ലാറ്റ്ഫോംസ് വഴി ചെയ്തത് ഈ ഫോളിയോ രൂപത്തിലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 5,99,970 രൂപ ഇന്നത് 10,64,000 ആയിട്ടുണ്ട്. അപ്പൊ അത് ഇത്രയും ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊരു പോർട്ട്ഫോളിയോ ആണ്. എന്നാൽ ഇത് തുടക്ക കാലഘട്ടത്തിലും അല്ലാതെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ചെറിയ ഫണ്ട് മാത്രമേ ഉള്ളൂ. എന്റെ മെയിൻ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ ഇന്ന് ഇതിന്റെ വാല്യൂ, ഇത് ഷൂട്ട് ചെയ്യുന്ന ദിവസത്തിൽ ഇതിന്റെ വാല്യൂ 8,06,21,885 രൂപയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റഡ് വാല്യൂ 0 ആണ് കാണിക്കുന്നത്. ഗെയിൻ ലോസ് എത്രയാണോ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അത് തന്നെയാണ് പ്രോഫിറ്റ് ആയിട്ടും കാണിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രശ്നമാണ്. ഡിമാറ്റ് ഹോൾഡിംഗ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ ഈ പ്ലാറ്റ്ഫോമിന് പുള്ള് ചെയ്ത് കാണിക്കാൻ ഇന്ന് പറ്റുന്നില്ല. ബട്ട് അഗൈൻ അതല്ലല്ലോ നമ്മുടെ പർപ്പസ്. നമ്മുടെ പർപ്പസ് എന്റെ പോർട്ട്ഫോളിയോ കാണലാണ്. അതിൽ എന്ത് കോമ്പോസിഷനിൽ എത്ര ഇക്വിറ്റി ഉണ്ട്, എത്ര ഡെറ്റ് ഉണ്ട്, ഇക്വിറ്റിയുടെ അകത്ത് എത്ര ലാർജ് ക്യാപ്പ് ഉണ്ട്, എത്ര സ്മോൾ ക്യാപ്പ് ഉണ്ട്, അങ്ങനെ ഒരു അനാലിസിസ് നടത്തലും പഠനം നടത്തലും അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യലുമാണ്. അപ്പോൾ ഇന്നതാ 8 കോടിയുടെ പോർട്ട്ഫോളിയോ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോ AMCയുടെ കീഴിലും ഏതൊക്കെ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആക്സിസ് AMC നോക്കുകയാണെങ്കിൽ 54 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കാണുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് സ്പെസിഫിക് മ്യൂച്വൽ ഫണ്ടിൽ, ആക്സിസിന്റെ സ്മോൾ ക്യാപ് ഫണ്ടിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. തിരിച്ചു വരികയാണ്, ഡിമാറ്റ് ഹോൾഡിംഗ്സിലേക്ക് ഒന്നുകൂടി വരികയാണ്. നമുക്ക് കാനറ റോബേക്കോ AMC നോക്കാം. കാരണം അതിലെന്താ 1,13,00,000 ആ AMCയുടെ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കാണുന്നു. ഏത് ഫണ്ടിലാണ്? അകത്ത് വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കാനറ റോബേക്കോയുടെ തന്നെ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടിലാണ് ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് 2 ഫോളിയോയിലൂടെ പലപ്പോഴായിട്ട് പല എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ എനിക്കറിയാം ഇങ്ങനെ കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ 8 കോടി രൂപയുടെ പോർട്ട്ഫോളിയോയിൽ എക്സാക്ട്ലി ഏതൊക്കെ ഫണ്ടുകൾ ഉണ്ട് എന്നുള്ളത് ഒറ്റ സ്നാപ്ഷോട്ടിൽ കിട്ടുന്നില്ല. ഈ പ്ലാറ്റ്ഫോമിന് ഇത്ര പരിമിതികൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ഓടിച്ച് കാണാം ഏതൊക്കെ AMC ഉണ്ട് എന്നുള്ളത്. പിന്നീട് ഞാൻ കുറച്ച് പണിയെടുത്തിട്ട് ഓരോ ഫണ്ടിനെയും സ്പെസിഫിക്കലി ഒരു എക്സൽ ഷീറ്റിലേക്ക് ഓരോ ഫണ്ട് അതിൽ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ അനാലിസിസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി പോയി അത് കാണാം. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഈ എക്സൽ ഷീറ്റിൽ വരികയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട്. കുറച്ചൊന്ന് സൂം ചെയ്യാം. റൈറ്റ്, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെറ്റിൽ
ഏതൊക്കെ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കാണിച്ചിട്ടുണ്ട്, ഗോൾഡിൽ ഞാൻ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കാണിച്ചിട്ടുണ്ട്, അതുപോലെ ഇക്വിറ്റിയിൽ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി തുറന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്വിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ എത്ര ഫണ്ട്സ് ഉണ്ട്? 12 മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം 12 മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. അവിടെ ഞാൻ പറഞ്ഞത് ഇത് കുറേ വർഷങ്ങളായിട്ട് പലപ്പോഴായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടായി, അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഞാൻ അതിലേക്ക് എന്റെ പുതിയ SIPs ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പണ്ട് ഉണ്ടായിരുന്ന ഫണ്ട് മുഴുവനായി വിറ്റൊഴിവാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് പോർട്ട്ഫോളിയോയിൽ ഇന്നും കാണുന്നുണ്ട്. അപ്പോൾ അതാണ് അതിലെ പോയിന്റ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കുറച്ചിൽ ഫണ്ട്സിൽ ഞാൻ പച്ച അടിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ആക്റ്റീവ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ആണ് അത്, അതുകൊണ്ടാണ് അതിന് പച്ച അടിച്ച് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പഴയ കാലത്ത് ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ ഫണ്ടുകളും ഇവിടെ ഉണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ELSSന് വേണ്ടി ടാക്സ് സേവ് ചെയ്യാൻ പണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ ടാക്സ് സേവ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്ത ELSS ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീമിന്റെ മ്യൂച്വൽ ഫണ്ടുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എന്ത് കാണാൻ പറ്റും? ഗോൾഡിന്റെ ഒരു എക്സ്ട്രാ അഡീഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ MF സെന്ററിൽ പോയി കണ്ടപ്പോൾ അവിടെ ഗോൾഡ് കാണാൻ സാധിച്ചില്ല. കാരണം എന്താ? ഗോൾഡ് ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ട് വഴിയല്ല ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് SGB വഴിയാണ്, സോവറിൻ ഗോൾഡ് ബോണ്ട് വഴിയാണ്. അപ്പോൾ അത് ഡിമാറ്റിലാണ് ഉണ്ടാവുക, MF സെന്ററിൽ കാണിക്കില്ല. അത് ഞാൻ ഡിമാറ്റിൽ നിന്ന് എക്സ്ട്രാ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. SGBയിൽ 31 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പോർട്ട്ഫോളിയോന്റെ ഒരു ഓവറോൾ വ്യൂ ഇവിടെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് വാല്യൂ കിട്ടി, കുറച്ച് ഹെൽപ്ഫുൾ ആണ് എന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ അനാലിസിസ് നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ഓവർവെൽമിംഗ് ആകുമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം കുറേ ഫണ്ടുകളുടെ പേരുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ അതിന്റെ സബ് കാറ്റഗറി കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡെറ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗിൽറ്റ് ഫണ്ടുകളിലൂടെയാണ്. ഗോൾഡിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ സോവറിൻ ഗോൾഡ് ബോണ്ട് വഴിയാണ്. ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പല മാർക്കറ്റ് ക്യാപ്പിലുള്ള ഇക്വിറ്റി ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറയുമ്പോഴും ഐദർ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായി അതിന്റെ ഒരു മിക്സ് മെയിൻറ്റെയിൻ ചെയ്യാം. റൈറ്റ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു മിക്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ അനാലിസിസ് നടത്തേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഇവിടെ അനാലിസിസ് എന്ന ഈ ഒരു ടാബിലേക്ക് വരാം. അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ ഓവറോൾ നമ്മൾ ആദ്യം എന്താണ് മനസ്സിലാക്കുന്നത്? എന്റെ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ 42% ഡെറ്റ് ആണുള്ളത്, ഇക്വിറ്റി ഉള്ളത് നിയർലി 54%, ഗോൾഡ് ഇന്നുള്ളത് നിയർലി 3.77% ആണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഇന്ന് ആസ് ഓഫ് ടുഡേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുമ്പോഴുള്ള ഡെറ്റ് ഇക്വിറ്റി ഗോൾഡിന്റെ ഒരു കോമ്പോസിഷൻ ആണ്. ഇത് വിത്ത് ടൈം മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പോർട്ട്ഫോളിയോ നമ്മൾ തുടങ്ങുമ്പോൾ അതിൽ 40% ഡെറ്റ്, 40% ഇക്വിറ്റി, 20% ഗോൾഡ് ഉണ്ടെങ്കിലും ഡെറ്റും ഇക്വിറ്റിയും ഗോൾഡും എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിട്ട് അതിന്റെ കോമ്പോസിഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സമയത്തും മേ ബി ഓരോ മാസമോ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ വർഷം കൂടുമ്പോഴോ നോക്കുക അതിന്റെ അസറ്റ് മിക്സ് എങ്ങനെയാണ് പോകുന്നത്, അതിനനുസരിച്ച് റീബാലൻസിംഗും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ ഓരോ സമയം കഴിയുന്തോറും മാർക്കറ്റിലെ മൂവ്മെന്റ് അനുസരിച്ച് റീബാലൻസിംഗ് നടത്തലുണ്ട്. റീബാലൻസിംഗ് നടത്തിയിട്ട് ഇന്നുള്ള കോമ്പോസിഷനാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്റെ ഓവറോൾ പോർട്ട്ഫോളിയോയിലെ 54% ഇക്വിറ്റിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഇക്വിറ്റി കമ്പണിന്റെ അകത്ത് എങ്ങനെയാണ് ഞാൻ ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുന്നത്, എന്താണ് അതിന്റെ കോമ്പോസിഷൻ എന്ന് അറിയുന്നത് കുറച്ച് വാല്യൂ തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇക്വിറ്റിയിലേക്ക് അകത്തേക്ക് വരികയാണെങ്കിൽ അതാണ് ഈ താഴത്തെ അനാലിസിസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇക്വിറ്റി കമ്പണന്റ് മാത്രം നോക്കുകയാണെങ്കിൽ അതിനകത്ത് ലാർജ് ക്യാപ്പിലേക്ക് നിയർലി 32.6, ഒരു 33% ഇട്ടിട്ടുണ്ട്. ഫ്ലെക്സി ക്യാപ് ഫണ്ടിലേക്ക് നിയർലി 34% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിഡ് ക്യാപ്പിലേക്കും സ്മോൾ ക്യാപ്പിലേക്കും ക്യുമുലേറ്റീവ്ലി രണ്ട് മിക്സ് ചെയ്തിട്ട് നിയർലി ഒരു 32.77% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിക്സ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്? ആലോചിച്ച് നോക്കിയേ, ലാർജ് ക്യാപ്പിലേക്ക് ഒരു നിയർ 33%, ഫ്ലെക്സി ക്യാപ്പിലേക്ക് ഒരു 33%, മിഡ് ക്യാപ് പ്ലസ് സ്മോൾ ക്യാപ് ഫോക്കസ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരു 33% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ റാഷണൽ എന്ന് പറയുന്നത് ലാർജ് ക്യാപ് എന്ന് പറയുന്നത് ബ്ലൂ ചിപ്പ് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. വലിയ വോളറ്റിലിറ്റി ഒന്നും ഇല്ലാതെ ഒരു നിയർ 13, 14, 15% CAGR നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാലോ. ഇനി സ്മോൾ ക്യാപ് മിഡ് ക്യാപ് എന്ന് പറയുന്ന ഒരു 33% ഞാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ഞാൻ റിസ്ക് എടുക്കുന്ന ഹൈ ഗ്രോത്തിന് വേണ്ടി ഞാൻ റിസ്ക് എടുക്കുന്ന പാർട്ട് ഓഫ് മൈ പോർട്ട്ഫോളിയോ ആണ്. അവിടെ ഞാൻ ഒരു 20% അറൗണ്ടുള്ള CAGR ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഫണ്ട്സ് ഒക്കെ അങ്ങനെ തന്നിട്ടുമുണ്ട്. എന്നാൽ അതിന് ഹൈ വോളറ്റിലിറ്റി ഉണ്ടാകും. ഇതിനിടയിലുള്ള 33% ഞാൻ എവിടെയാണ് ഇട്ടിരിക്കുന്നത്? ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ആണ്. ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് എന്താണ് ചെയ്യുന്നത്? അതിൽ ഫണ്ട് മാനേജറോ അല്ലെങ്കിൽ അതിന്റെ ലോജിക്കോ വെച്ചിട്ട് മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ ലാർജ് ക്യാപ് ഫണ്ട്സിലായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ട്സിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഹൈ ഗ്രോത്ത് തരാൻ സാധ്യതയുള്ള ഫണ്ടുകളാണ് റിസ്ക് കുറച്ചൊന്ന് കൺട്രോൾഡ് ആയിരിക്കും. എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? എന്റെ ഇക്വിറ്റി കമ്പോണന്റിന്റെ അകത്ത് തന്നെ ഞാൻ 3 ബക്കറ്റ്സിലായിട്ടാണ് കാണുന്നത്. ഒരു
കൺസർവേറ്റീവ് ആയിട്ടുള്ള നല്ല ഗ്രോത്ത് തരുന്നത്, കുറച്ച് സ്റ്റെബിലിറ്റിയോടുകൂടി ഗ്രോത്ത് തരുന്ന ഒരു പാർട്ട് ഉണ്ട്, ഒരു ഹൈ ഗ്രോത്ത് വിത്ത് അഗ്രീഡ് ഹൈ റിസ്കിന്റെ ഒരു പാർട്ട് ഉണ്ട്, നടുക്കൊരു ഫ്ലെക്സി ക്യാപ്പിന്റെ ഒരു പാർട്ട് ഉണ്ട്. അതിലെന്താണ് ഹൈ ഗ്രോത്ത് ഉണ്ട് എന്നാൽ റിസ്ക് കുറവായിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ. ഇങ്ങനെയാണ് ഇക്വിറ്റി കമ്പോണന്റ് തന്നെ ഇതിനകത്ത് ബുദ്ധിപരമായി ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പോർട്ട്ഫോളിയോയുടെ ഒരു അനാലിസിസ്. തിരിച്ച് പോർട്ട്ഫോളിയോയിലെ ഫണ്ട്സിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സ്ട്രാറ്റജി ഇൻഡെക്സ് ഫണ്ട്സ് എന്നുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഇന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓഫ് ലേറ്റ് എന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ പല എമൗണ്ട് ഞാൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്ട്രാറ്റജി ഇൻഡൈസസിലാണ്. സ്ട്രാറ്റജി ഇൻഡൈസസ് എന്താണെന്ന് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും പറയുക. നമ്മുടെ ചാനലിൽ മറ്റ് വീഡിയോസ് ചെയ്തിട്ട് അതിന്റെ ഇൻഫർമേഷൻ തീർച്ചയായിട്ടും ഞാൻ തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു പോർട്ട്ഫോളിയോനെ പുറത്തുനിന്ന് ഒരാൾ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് എനിക്കറിയാം. അതായത് ഞാനിപ്പോൾ പറയുന്നുണ്ടല്ലേ, എന്റെ ഓവറോൾ പോർട്ട്ഫോളിയോന്റെ ഇക്വിറ്റി കമ്പോണന്റിന്റെ അകത്ത് ഞാൻ വളരെ അഗ്രസീവ് ആകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വളരെ ഇന്റലിജന്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ ശ്രമിക്കുന്നു എന്നെങ്കിലും ഞാൻ പറയുമ്പോൾ, ഓവറോൾ പോർട്ട്ഫോളിയോ നോക്കിയാൽ അതിൽ നിയർലി 50% ഡെറ്റാണ് അല്ലേ? നമ്മളിവിടെ കണ്ടതുപോലെ എത്രയാണ്? നിയർലി 42% ഡെറ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും ചോദിക്കാം, അല്ല ആശാനെ ഇത്രയും ഡെറ്റ് എന്തിനാണ്? കാരണം പൊതുവെ പറയലുണ്ട്, ഒരാൾ യങ് ഏജിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് ഇക്വിറ്റി ആകാം. 80%, 90%, 70% ഓഫ് ദ പോർട്ട്ഫോളിയോ എക്വിറ്റി ആകാം. ഗോളിനോട് അടുക്കും തോറും അല്ലെങ്കിൽ പ്രായമാകും തോറും ഡെറ്റ് കൂട്ടി കൂട്ടി വന്നാൽ മതി, അതുപോലെ കൂടുതൽ ഇക്വിറ്റി ആകാം എന്നുള്ളതാണല്ലോ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ആർക്കെങ്കിലും എന്നോട് ചോദിക്കാം, ആശാനെ എന്തിനാണ് ഇത്രയും ഡെറ്റ് ഇരിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ അതിന്റെ ഉത്തരം ചിന്തിക്കുന്നവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ഉത്തരം ഒന്ന് മാത്രമാണ്, ഞാനൊരു ട്രേഡർ ആണ് എന്നുള്ളതാണ്. ഞാനൊരു ട്രേഡർ കൂടി ആയതുകൊണ്ട് എന്റെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഞാൻ പ്ലെഡ്ജ് ചെയ്യുകയാണെങ്കിൽ ബ്രോക്കർ എനിക്ക് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ മാർജിൻ തരും. ആ മാർജിൻ വെച്ചിട്ട് കൂടുതൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എക്സ്ട്രാ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും എന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ പുറത്ത്. അപ്പൊ ഞാൻ ചെയ്യുന്ന ട്രേഡിംഗ് സ്റ്റൈല് വെച്ചിട്ട് എനിക്ക് നിയർ 40-50% ഡെറ്റ് വെക്കേണ്ട റിക്വയർമെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് എന്റെ പോർട്ട്ഫോളിയോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ബേസിക്കലി ഞാൻ പറയുന്നത്, എന്റെ പോർട്ട്ഫോളിയോയിൽ ഇത്ര ഡെറ്റ് ഉള്ളാവാൻ കാരണം എന്താ? എനിക്ക് ഒരു ക്യാപിറ്റൽ കൊണ്ട് 2 റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഈ 8 കോടി നമ്മൾ കണ്ട ഈ ഒരു ക്യാപിറ്റലിൽ ഞാൻ ഇൻവെസ്റ്റഡ് ആണ്. ആ ഇൻവെസ്റ്റ് ചെയ്ത അസറ്റ്സിൽ ആ 8 കോടി ഗ്രോ ചെയ്യുന്നുണ്ട്. ആ 8 കോടി തന്നെ ഞാൻ മാർജിന് വേണ്ടി പ്ലെഡ്ജ് ചെയ്തിട്ട് മാർജിൻ കിട്ടിയിട്ട് അത് വെച്ച് ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നുണ്ട്. ആ സെല്ല് ചെയ്യുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് ഞാൻ എക്സ്ട്രാ റിട്ടേൺസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ ക്യാപിറ്റൽ വെച്ചിട്ട് എനിക്ക് 2 റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ എനിക്ക് ഗുണമുള്ളത്? ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഓവറോൾ CAGR മച്ച് ഹയർ ആയിരിക്കും. അതേസമയം എനിക്ക് എൻ്റെ റിസ്ക് കുറച്ച് വെക്കാനും പറ്റും. എങ്ങനെയാണ് റിസ്ക് കുറച്ച് വെക്കാൻ പറ്റുന്നത്? കാരണം എന്താ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അസറ്റ് എന്താണ്? അതിൽ കുറെ ഡെറ്റ് ഉണ്ട്, കുറച്ച് ഗോൾഡ് ഉണ്ട്. ഇക്വിറ്റി 50% അതിന് അറൗണ്ട് മാത്രമേ ഉള്ളൂ. ഇക്വിറ്റി അത്ര കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ബേസ് അസറ്റിന്റെ വോളറ്റിലിറ്റി കുറവാണ്. ശരിയാണല്ലോ? അപ്പൊ വോളറ്റിലിറ്റി കുറഞ്ഞ ബേസ് അസറ്റിൽ നിന്ന് എനിക്ക് എത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റും CAGR? മേ ബി ഒരു ലോങ് ടേമിൽ 10-15% എവിടെയെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ശരിയാണ്. ഇനി ഇത് പ്ലെഡ്ജ് ചെയ്തിട്ട് ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണ്. ആ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോഴും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വളരെ ഹൈ റിട്ടേൺസ് ഉണ്ടാക്കാൻ ഹൈ റിസ്ക് എടുത്തിട്ട് ശ്രമിക്കാം, ഇല്ലെങ്കിൽ വളരെ റിട്ടേൺ കുറച്ച് വളരെ റിസ്ക് കുറച്ച് വെച്ചിട്ട് ശ്രമിക്കാം. എന്നാൽ ഞാൻ എയിം ചെയ്യുന്നത് റിസ്ക് കുറച്ച് വെച്ചിട്ട്, കാരണം എനിക്ക് അത്ര വോളറ്റിലിറ്റി എന്റെ പോർട്ട്ഫോളിയോയിൽ വേണ്ട. അപ്പോൾ റിസ്ക് ഒന്ന് കൺട്രോൾ ആയിട്ട് വെച്ച് വലിയ മാക്സിമം ഡ്രോ ഡൗണുകൾ ഒന്നും കാണാത്ത രീതിയിൽ മേ ബി ഒരു 15-20% ഓവർ ലോങ് പീരീഡ് ഈ പ്ലെഡ്ജ്ഡ് മാർജിൻ വെച്ചിട്ട് ഓപ്ഷൻസ് ട്രേഡിംഗിൽ നിന്ന് കൂടി ഉണ്ടാക്കാൻ പറ്റിയാലോ? അടിപൊളി തന്നെ. അപ്പൊ അങ്ങനെ ഒരു ക്യാപിറ്റൽ വെച്ച് 2 റിട്ടേൺസ് ഉണ്ടാക്കാനാണ് ഞാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ പോർട്ട്ഫോളിയോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ ഇങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുന്നതിലൂടെ എനിക്ക് മേ ബി ഒരു 20-30% CAGR ലോങ് ടേമിൽ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് വിത്ത് ലെസ്സർ വോളറ്റിലിറ്റി. നേരത്തെ പറഞ്ഞ പോലെ ബേസ് അസറ്റിന്റെ വോളറ്റിലിറ്റി കുറവാണ്, ഓപ്ഷൻസ് ട്രേഡിംഗും കുറച്ച് വോളറ്റിലിറ്റി കുറവുള്ള രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. ആൻഡ് അഗൈൻ ഒരു കാര്യം എന്തായാലും പറയേണ്ട സമയം, ഇതെല്ലാം ഒരു ശ്രമം മാത്രമാണ് അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് ആണ്, ഇൻവെസ്റ്റിംഗ് ആണ്, ട്രേഡിംഗ് ആണ്. ചില വർഷങ്ങൾ വളരെ നന്നായി പോകാം, ചില വർഷങ്ങൾ താഴേക്ക് പോകാം, നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. ഇതെല്ലാം എൻ്റെ ആഗ്രഹങ്ങളാണ്, എൻ്റെ പ്ലാനുകളാണ്. ഇതിലേക്കാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവഞ്ച്വലി ലോങ് ടേമിൽ ഒരു 20-25 ഈവൻ അപ് ടു 30% പോലും ക്യാപിറ്റൽ ഗ്രോ ചെയ്യാൻ പറ്റിയാൽ ഒരു വളരെ നല്ല അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് എൻ്റെ പോർട്ട്ഫോളിയോ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ കാണുന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ നിർത്താം. എന്നിട്ട് നമുക്ക് എൻ്റെ PNL കാണുന്ന സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഇത് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മോട്ടിവേഷനിലായി എന്നും നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനും ഒരു മോട്ടിവേഷൻ തന്നു എന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. നമ്മൾ പണ്ട് പല കാര്യങ്ങൾ ഒരുമിച്ച് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളും
ഐ എം ഷുവർ നിങ്ങൾ കുറേ അധികം ആൾക്കാരും പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നുണ്ട്, ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇനി ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നവരുമുണ്ട്. നമുക്ക് ഈ ഒരു ജേണി ഒരുമിച്ച് തന്നെ ജീവിച്ച് പോയിട്ട് ഒരു 10, 20, 30 വർഷം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മളെല്ലാവരുടെയും പോർട്ട്ഫോളിയോ നോക്കുന്ന ഒരു കഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു സ്ഥലത്തേക്ക് എത്താനാണ് വിത്ത് ഓൾ ഓണസ്റ്റി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ജേണിയിൽ നിങ്ങളെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ഒരു ക്യാപിറ്റൽ കൊണ്ട് 2 റിട്ടേൺസ് ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും എന്റെ പ്രൊഡക്റ്റായ മാർക്കറ്റ് ഫീഡിനും നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന മൺഡേ ആണ് ഈ സ്പെഷ്യൽ വെബിനാർ നിങ്ങൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിൽ താല്പര്യമുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാൻ പറ്റുന്നതാണ്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോവുക, രജിസ്റ്റർ ചെയ്യുക, നമുക്ക് അവിടെ കാണാം. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരോട് 2 കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട്. ഒന്ന്, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 4.5 ലക്ഷം രൂപയാണ്. 2, നിങ്ങളിപ്പോ എന്റെ പോർട്ട്ഫോളിയോ കണ്ട അതേപോലെ അതേ അവസ്ഥയിലേക്ക് ഫ്രം ഡേ 1 എത്തിക്കാമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു അവസ്ഥയിലേക്ക് 1 ക്യാപിറ്റൽ 2 റിട്ടേൺസ് എന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എത്തിക്കാനുള്ള ശ്രമം നടത്താം എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. അപ്പൊ അതും മനസ്സിലായ സ്ഥിതിക്ക് ഇനി കഴിഞ്ഞ വർഷത്തെ എന്റെ ട്രേഡിംഗ് P&L കാണാൻ നമുക്ക് പോകാം. എന്നാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു തവണ കൂടി എനിക്കിത് പറയാൻ തോന്നുകയാണ്. കാരണം ഞാൻ എന്റെ പോർട്ട്ഫോളിയോ മുഴുവനായി കാണിച്ചത് കൊണ്ട് അതിന്റെ പ്രൊപ്പോർഷനും അതിന്റെ കോമ്പോസിഷനും എല്ലാം കണ്ടതുകൊണ്ട് ആരെങ്കിലും അതിലേക്ക് അന്ധമായി ബ്ലൈൻഡ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്ലീസ് അത് ചെയ്യാതിരിക്കുക. കാരണം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഇത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തരുടെയും ജീവിതം ഡിഫറെന്റ് ആണ്, അവരുടെ റിസ്ക് അപ്പറ്റൈറ്റ് ഡിഫറെന്റ് ആണ്, അവരുടെ ഗോൾസ് ഡിഫറെന്റ് ആണ്, അവരുടെ ജേർണി ഡിഫറെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ശരിയായിട്ടുണ്ട് എന്ന് തോന്നുന്ന മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോകൾ നിങ്ങൾ ബിൽഡ് ചെയ്യുക. അതിലേക്കായിരിക്കുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും ഇത് ബ്ലൈൻഡ്ലി കോപ്പി ചെയ്യേണ്ട ഒരു സംഭവമല്ല. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് റെക്കമെൻഡേഷനിലെ അഡ്വൈസ് അല്ല. ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. ഡു വാട്ട് ഇസ് റൈറ്റ് ഫോർ യു. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ട്രേഡിംഗ് P&L നമുക്ക് കാണാം. അപ്പൊ ഇവിടെയാണ് കഴിഞ്ഞ വർഷത്തിന്റെ റിയാലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. നിങ്ങളിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്കറിയാം കഴിഞ്ഞ വർഷം ഓവറോൾ ട്രേഡിംഗ് എത്ര ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നുള്ളത്. കാരണം അത്ര അധികം റെഗുലേറ്ററി ഹിറ്റ്സ് ആണ് മാർക്കറ്റിൽ ഉണ്ടായത്. ഓരോ തവണ റെഗുലേറ്ററി ഹിറ്റ്സ് വന്നപ്പോഴും മാർക്കറ്റിന്റെ സ്ട്രക്ചർ മാറി, വോളറ്റിലിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടായി. അപ്പോൾ ട്രേഡിംഗ് കുറച്ച് ഡിഫിക്കൽട്ട് ആയി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷത്തിന്റെ യാഥാർത്ഥ്യം. വളരെ ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് കാണാൻ പോലും സാധിച്ചു. സെബി, മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആയിട്ടുള്ള സെബി പുറത്തു വന്നിട്ട് പറയുകയാണ് ഓപ്ഷൻസ് ട്രേഡിംഗ് ഇന്ത്യയിൽ കുറക്കണം, റീറ്റെയിൽ ട്രേഡേഴ്സ് ഇത്ര ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനായിട്ട് പല വിധത്തിലുള്ള ചേഞ്ചസ് മാർക്കറ്റിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പല ചേഞ്ചസ് നമ്മൾ കാണുകയും ചെയ്തു. വർഷത്തിന്റെ തുടക്കത്തിൽ, ഇത് സെബി പറയുന്നതിന് മുൻപാണ്, വർഷത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാക്കിയ സംഭവം എന്തായിരുന്നു? ഓരോ ദിവസവും എക്സ്പയറി ട്രേഡിംഗ് വന്നു അല്ലേ? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ആഴ്ചയുടെ എല്ലാ ദിവസവും എക്സ്പയറി ട്രേഡിംഗ് വന്നു. ഫിൻനിഫ്റ്റിയിൽ, മിഡ് ക്യാപ്പിൽ, സെൻസെക്സിൽ, നിഫ്റ്റിയിൽ, ബാങ്ക് എക്സിൽ, അങ്ങനെ എല്ലാ ദിവസവും എക്സ്പയറി ട്രേഡിംഗ് വന്നു. അങ്ങനെ എല്ലാ ദിവസവും ഹൈലി വോളറ്റൈൽ ആകാൻ തുടങ്ങി. അത് തീർച്ചയായിട്ടും ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്ക്, ഓപ്ഷൻസ് സെല്ല് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഏപ്രിൽ 18, 2024 എക്സ്പയറി, നിഫ്റ്റി എക്സ്പയറി നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതായത് റീസെന്റ് പാസ്റ്റിൽ ഒന്നും ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു അൾട്രാ വോളറ്റിലിറ്റി ഒക്കെ കണ്ടൊരു ദിവസമായിരുന്നു. അങ്ങനെ ഏപ്രിൽ തന്നെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടാണ് ഇയർ തുടങ്ങിയത്. അങ്ങനെ ഇയർ തുടങ്ങി മുന്നിലേക്ക് പോകുമ്പോൾ സെബി പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ റെഗുലേഷനുമായിട്ടാണ് വന്നത്. അതിലെ ഏറ്റവും വലിയ, വളരെ വലിയ എൻറ്റയർ ട്രേഡിംഗ് ഇക്കോസിസ്റ്റത്തിനെ ഇളക്കി മറിച്ച റെഗുലേഷൻ എന്തായിരുന്നു? ബാങ്ക് നിഫ്റ്റി പോയതാണ്. ബാങ്ക് നിഫ്റ്റി വീക്ക്ലി എക്സ്പയറി അവർ നിർത്തലാക്കി. ഐ മീൻ കുറെ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വീക്ക്ലി എക്സ്പയറി നിഫ്റ്റിയിൽ തുടങ്ങുന്നതിന് മുമ്പേ ബാങ്ക് നിഫ്റ്റി വീക്ക്ലി എക്സ്പയറി ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ബാങ്ക് നിഫ്റ്റി എക്സ്പയറി എന്റെ കേസിൽ നോക്കുകയാണെങ്കിലും എന്റെ ട്രേഡിംഗ് സ്ട്രാറ്റജീസിലും 50% ട്രേഡിംഗ് സ്ട്രാറ്റജി ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. ആ ബാങ്ക് നിഫ്റ്റി വീക്കിലി എക്സ്പയറി പോയി. അപ്പോഴും നമുക്കൊന്ന് ചെറുതായി പോസ് ചെയ്യേണ്ടി വന്നു, കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു, നിഫ്റ്റി ട്രേഡിംഗ് സ്ട്രാറ്റജീസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു ഡിസ്റപ്ഷൻ നടന്നിരുന്നു. അപ്പോഴും ബാങ്ക് നിഫ്റ്റി പോകുമ്പോഴും അഗൈൻ മാർക്കറ്റിന്റെ സ്ട്രക്ചറിലും ചെറിയ ചേഞ്ചസ് ഉള്ളതായി നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് എന്താ, സെബി വന്നിട്ട് പറഞ്ഞു നേരത്തെ എല്ലാ ദിവസവും ഡെയിലി എക്സ്പയറി ഉണ്ടായിരുന്നത് ഇനി മാറണം, ഇനി നിഫ്റ്റി വീക്കിലി എക്സ്പയർ മാത്രം മതി, കൂടെ സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയർ കൂടി നടത്തിക്കുമെന്ന് പറഞ്ഞിട്ട് അഗെയിൻ വലിയൊരു ചേഞ്ച് മാർക്കറ്റിൽ ഉണ്ടാക്കി. അഗെയിൻ മാർക്കറ്റിൽ കുറെ ചേഞ്ചസ് ഉണ്ടാക്കിയതായി നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെയും മറ്റ് പല വിധത്തിലുള്ള റെഗുലേറ്ററി ചേഞ്ചസ് ഉണ്ടായിരുന്നു. എക്സ്ട്രീം ലോസ് മാർജിൻ എന്ന് പറഞ്ഞിട്ട് എക്സ്പയറി ഡേ, അതായത് നിഫ്റ്റിയുടെ കേസിൽ തേഴ്സ്ഡേ ഇൻക്രീസ്ഡ് മാർജിൻ റിക്വയർമെന്റ് വേണമെന്ന് പറഞ്ഞു.
തേഴ്സ്ഡേ മാർജിൻ റിക്വയർമെന്റ് കൂടുന്നുണ്ട് എങ്കിൽ നമ്മുടെ റിട്ടേൺസ് കാൽക്കുലേഷനിൽ, അതായത് നമ്മുടെ ക്യാപിറ്റൽ ഡിപ്ലോയ്മെന്റ് കൂടുമല്ലോ, നമ്മുടെ റിട്ടേൺസ് നാച്ചുറലി കുറയില്ലേ. അപ്പൊ അങ്ങനെ കുറെ പല വിധത്തിലുള്ള ചേഞ്ചസ് ഉണ്ടായ, റിട്ടേൺസിനെ എഫക്ട് ചെയ്യുന്ന മാർക്കറ്റിന്റെ സ്ട്രക്ചറിൽ ചേഞ്ചസ് ഉണ്ടായ, പൊതുവെ പലർക്കും പാടായ ഒരു വർഷമായിരുന്നു കഴിഞ്ഞു പോയത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇതൊക്കെ ഞാൻ മാത്രം പറയുന്ന ഒരു സംഭവമല്ല, നിങ്ങൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവരായിരിക്കും കൂടുതലും ഈ ഒരു വീഡിയോന്റെ ഭാഗം കാണുന്നത് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിലും ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന മറ്റുള്ളവരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിലും അവരിൽ നിന്നും നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ടഫ് ഇയർ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ട്രേഡിംഗ് PNL നമ്മൾ കാണാൻ പോകുന്നത്. എപ്പോഴത്തെ പോലെയും ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രീനിൽ വന്നിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയത് എന്ന് നമുക്ക് കാണാം. അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യം എന്റെ ട്രേഡിംഗ് PNLന്റെ കർവ് എങ്ങനെ പോയി എന്ന് നമുക്ക് കാണാം. ഏറ്റവും ആദ്യത്തെ മാസം ഞാൻ പറഞ്ഞതുപോലെ ഏപ്രിൽ നഷ്ടമായിരുന്നു. അതിനുശേഷം പയ്യെ മെയ് ജൂൺ ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് കയറി വന്നു, ലാഭം കൂടി വന്നു. ജൂലൈയിൽ ചെറിയൊരു നഷ്ടമുണ്ടായി, എന്നാലും കുഴപ്പമില്ല. തിരിച്ച് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒക്കെ ആയപ്പോൾ നല്ല രീതിയിൽ റിട്ടേൺസ് തിരിച്ച് ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. എന്നാൽ നവംബർ, ഡിസംബറിൽ നേരത്തെ പറഞ്ഞ പോലെ പല ഡിസ്റപ്ഷൻസ് ഉണ്ടായപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഒരു വലിയ ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്തു. ഒരു നിയർലി 7% ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്തിട്ട് എന്റെ പ്രോഫിറ്റ്സ് താഴേക്ക് പോയി. ഫെബ്രുവരിയിലും മാർച്ചിലും ഇവിടെ കാണാൻ പറ്റുന്ന പോലെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ തിരിച്ചു വന്നിട്ട് പ്രോഫിറ്റ്സ് തിരിച്ചു കയറി വർഷം എന്റെ പ്രോഫിറ്റ് എൻഡ് ചെയ്യുന്നത് നിയർലി 12%. എഗെയിൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇതെന്റെ ഓപ്ഷൻസ് ട്രേഡിംഗിന്റെ PNL മാത്രമാണ്. നേരത്തെ നമ്മൾ കണ്ട പോർട്ട്ഫോളിയോന്റെ PNL അല്ല. ആ ഒരു ക്ലാരിറ്റി തരികയാണ്. ഓപ്ഷൻസ് ട്രേഡിംഗിൽ നിന്ന് ഉണ്ടാക്കിയ PNL ആണ് നമുക്ക് കാണുന്നത്. ഇവിടെ ഏറ്റവും മേജർ ആയിട്ട് ഇപ്പൊ ഞാൻ തന്നെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നോക്കുന്നത്, ഓവറോൾ മാർക്കറ്റിന് നല്ലൊരു വർഷമായിരുന്നില്ല. നിഫ്റ്റി പോലും ഫൈനാൻഷ്യൽ ഇയറിൽ 4.5% റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഇൻഡെക്സിലേക്ക് നോക്കിയാലും നിയർലി 6% റിട്ടേൺസേ അവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഓവറോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിനാരിയോയിൽ ഇങ്ങനെ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റി. ഇവിടെ ആണെങ്കിലും നോക്കുകയാണെങ്കിൽ ശരിക്കും ഡിസംബർ, ജനുവരിയിൽ ഉണ്ടായ ഈ ഒരു നഷ്ടമാണ് ശരിക്കും ഹിറ്റായത്. ഈ ഒരു നഷ്ടം ഉണ്ടായിരുന്നില്ല എങ്കിൽ നവംബറിൽ തന്നെ ഞാൻ ഓൾറെഡി 12% ലാഭത്തിലെത്തി നിന്നതാണ്. ഈ ഡിസംബർ, ജനുവരിയിലെ നഷ്ടം ഇല്ലായിരുന്നുവെങ്കിൽ ഈ വർഷവും തീർച്ചയായിട്ടും ആ ഒരു 15 to 20% റിട്ടേൺസിലേക്ക് എത്താൻ പറ്റിയേനെ. എനിക്കറിയാം അങ്ങനെ പറയുന്നതിൽ പോയിന്റ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പറയാലോ, എല്ലാ മാസവും നല്ല ലാഭമായിരുന്നെങ്കിൽ നല്ല ലാഭത്തിലേക്ക് എത്തിയേനെ. എന്നാലും ഞാൻ ഓണസ്റ്റ്ലി ഞാൻ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്, എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ള അനാലിസിസിൽ നിന്നാണ് ശരിക്കും അത് വരുന്നത്. അപ്പൊ ഇതിലൂടെ മനസ്സിലായി നിയർലി 12% റിട്ടേൺസ് ആണ് എനിക്ക് ഒരു വർഷം FNO ട്രേഡിംഗിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയത്. എപ്പോഴും പറയുന്ന പോലെ പെർസെന്റേജ് ആണ് ഇമ്പോർട്ടന്റ്. എന്നാലും എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ അതിന്റെ അബ്സല്യൂട്ട് നമ്പറും നമുക്ക് പോയി കാണാം. എന്റെ ഫയേഴ്സ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. അപ്പോൾ റിഫ്രഷ് ആയി വന്നിട്ടുണ്ട്. എന്റെ വെരിഫൈഡ് PNL ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ എല്ലാ വർഷവും ഞാൻ ഇതുപോലെ ഷെയർ ചെയ്യലുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ വെരിഫൈഡ് PNL ഇവിടെ കാണുന്നുണ്ട്. ഈ വർഷത്തെ വെരിഫൈഡ് PNL ഇവിടെ ഉണ്ട്. റിയലൈസ്ഡ് PNL ആണല്ലോ നമ്മൾ നോക്കേണ്ടത്. അൺറിയലൈസ്ഡ് PNL എന്റെ മ്യൂച്വൽ ഫണ്ടിന്റെയും ഇക്വിറ്റിന്റെ ഒക്കെ PNL ആണ് ഈ 64 ലക്ഷം എന്നുള്ളത്. അത് നമ്മൾ തൽക്കാലം നോക്ക പോലും വേണ്ട. എന്റെ FNOയിൽ നിന്നുള്ള റിയലൈസ്ഡ് PNL എന്ന് പറയുന്നത് 80,93,427 രൂപയാണ്. എപ്പോഴത്തെ പോലെയും ഈ വെരിഫൈഡ് PNLന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ലിങ്ക് കയറിയിട്ട് അത് നേരെ വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഒന്ന് ഞാൻ ഫയേഴ്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, വെരിഫൈഡ് PNL തരാനായിട്ട് കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ. അതുപോലെ IIFL ക്യാപിറ്റൽ സെക്യൂരിറ്റീസ്, IIFL എന്ന ബ്രോക്കറിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും വന്ന് ഇതൊന്ന് റിഫ്രഷ് ചെയ്യാം. പ്രൊഡക്റ്റ് FNO മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. ഇയർ വൈസ് 2024-25 നമ്മൾ നോക്കുന്നത്. ഷോ അടിക്കുകയാണെങ്കിൽ എല്ലാ എടുത്ത ട്രേഡുകൾ വരുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലാസ്റ്റ് പേജിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് PNL താഴെ കാണാം. എത്രയാണുള്ളത്? 50 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഇവിടെ ഉള്ളതായി കാണുന്നുണ്ട്. ചാർജസ് ഇതിൽ നിന്ന് കുറയും. അപ്പോൾ ഓവറോൾ ചാർജസ് കുറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നിയർലി ഒരു 43-45 ലക്ഷമാണ് ഇതിൽ ലാഭമുള്ളത്. ഇതിലെല്ലാ ചാർജസും കഴിഞ്ഞിട്ട് 80 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു 1.2 to 1.3 crore റുപ്പീസിന്റെ പ്രോഫിറ്റ് ആണ് FNO ട്രേഡിംഗിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷത്തെ എന്റെ ട്രേഡിംഗ് PNLന്റെ കഥ. എനിക്കറിയാം 12% എന്ന് പറയുന്നത് അത്ര വലിയൊരു നല്ല റിട്ടേൺസ് ഒന്നുമല്ല ഒരു വർഷം വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ട്രേഡിങ്ങിന്റെ നേച്ചർ അങ്ങനെ തന്നെയാണ് അല്ലേ? ട്രേഡിംഗിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു വളരെ റിസ്കി ആയിട്ടുള്ള സംഭവമാണ്. ഡേറ്റ പോലും പറയുന്നത് 95% ട്രേഡേഴ്സിന് പൈസ ഒരു വർഷത്തിൽ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ട്രേഡിങ്ങിന്റെ നേച്ചർ തന്നെ നമുക്ക് എന്തറിയാം, ചില വർഷങ്ങളിൽ നല്ല ലാഭമുണ്ടാകും, ചില വർഷങ്ങളിൽ നഷ്ടമുണ്ടാകൽ പോലും പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ ഒരു വർഷം ലോ ടു മോഡറേറ്റ്ലി ലോ റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഈ വർഷത്തിന്റെ നേച്ചർ ആണ് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ എന്റെ ട്രേഡിംഗ് PNL പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷത്തിലെ ട്രേഡിംഗ് PNL വീഡിയോയിൽ നമ്മൾ ചെയ്തത് കൂടിയാണ്. കാരണം ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള ട്രേഡുകൾ ഞാനിരുന്ന് ചെയ്യുന്നതല്ല. മാർക്കറ്റ് ഫീഡ് എന്നുള്ള എന്റെ പ്രൊഡക്റ്റിൽ
നിങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനും എന്ത് സ്ട്രാറ്റജീസ് ആണോ അവൈലബിൾ ആയിട്ടുള്ള സെയിം ട്രേഡിംഗ് സ്ട്രാറ്റജീസ് തന്നെയാണ് എൻ്റെ അക്കൗണ്ടിലും ഓട്ടോമേറ്റഡ് ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാനിരുന്ന് എനിക്ക് ഇഷ്ടമുള്ള സ്വന്തമുള്ള ട്രേഡ്സ് ഇന്ന് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ എൻ്റെ ട്രേഡിംഗ് പീനൽ പറയുമ്പോൾ എന്നെ വിശ്വസിച്ച് എൻ്റെ പ്രൊഡക്റ്റിലെ എൻ്റെ സ്ട്രാറ്റജീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ട്രേഡിംഗ് പീനൽ കൂടി പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ചെയ്തതാണ് ഈ വർഷവും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന്റെ പീനലിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ പീനലിന്റെ റേഞ്ച് 0 മുതൽ 13 വരെയാണ്. അപ്പൊ 0 to 13% എന്നുള്ള റേഞ്ചിനുള്ളിൽ പല PNL ആണ് പല കസ്റ്റമേഴ്സിനും ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ മാർക്കറ്റ് ഫീഡിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ കൂടുതൽ പേർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന്, സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് പോസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് അവൈലബിൾ ആണ്. ഈ സ്ട്രാറ്റജീസ് 3 സ്ട്രാറ്റജീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 3 സ്ട്രാറ്റജീസിൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി കസ്റ്റമേഴ്സിന് അവരുടെ അക്കൗണ്ടിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഈ സ്ട്രാറ്റജീസിന്റെ പെർഫോമൻസിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഫീഡിന്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ എല്ലാവർക്കും കാണാൻ അവൈലബിൾ ആണ്. ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഈ സ്ട്രാറ്റജീസ് എടുത്ത എല്ലാ ട്രേഡ്സും പബ്ലിക്ലി അവൈലബിൾ ആണ്. ആ ട്രേഡ്സ് കയറിയ സമയം, അതിന്റെ കയറിയ സ്ട്രൈക്ക്, അതിന്റെ പ്രൈസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ആപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ സ്ട്രാറ്റജീസും ഇവിടെ അവൈലബിൾ ആണ്. ഓരോ സ്ട്രാറ്റജിയുടെ അകത്ത് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ട്രേഡ്സും ഇവിടെ അവൈലബിൾ ആണ്. ഓരോ ട്രേഡിന്റെ അകത്ത് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കയറിയ ഓരോ ട്രേഡ്സും തന്നെ, ഓരോ സമയത്തുള്ള ട്രേഡ്സും വളരെ സൂക്ഷ്മമായിട്ട് അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെ കയറിയ ഓരോ സ്ട്രാറ്റജീസ് നോക്കുകയാണെങ്കിൽ ഈ സ്ട്രാറ്റജീസിന്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് തന്നെ അറൌണ്ട് 30% ആണുള്ളത്. അപ്പൊ ഇതാ സ്ട്രാറ്റജീസിന്റെ പെർഫോമൻസ് 30% ആണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ യൂസേഴ്സിന്റെ അക്കൗണ്ടിൽ 0 to 13% പ്രോഫിറ്റ് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ റേഞ്ച് തന്നെ മനസ്സിലാക്കണം. അതായത് 13% ഉണ്ടാക്കിയ യൂസർ ഉണ്ട്, 10% പ്രോഫിറ്റ് ഉണ്ടാക്കിയ യൂസർ ഉണ്ട്, 5% മാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കിയ യൂസർ ഉണ്ട്, വെറും 1% പ്രോഫിറ്റ് ഉണ്ടാക്കിയ പോലും കസ്റ്റമർ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഫൈനാൻഷ്യൽ ഇയർ മുഴുവൻ ട്രേഡ് ചെയ്ത കസ്റ്റമേഴ്സിനെ മാത്രം എടുത്തിട്ടാണ് ഈ കണക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റിയാലിറ്റി. അപ്പോൾ ശരിക്കും കേൾക്കുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആണ് സ്ട്രാറ്റജി അത്ര ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സിന്റെ റിട്ടേൺസ് ഇത്ര ദൂരെ ഇരിക്കുന്നത്, അതിന്റെ റേഞ്ച് ഇത്ര വലുത് എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ പോലും കഴിഞ്ഞ വർഷത്തെ PNL വീഡിയോയിൽ പറഞ്ഞ സംഭവം തന്നെയാണ്. അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിനോടും വളരെ പ്രൊആക്റ്റീവ്ലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് സ്ലിപ്പേജുകൾ. അതായത് ട്രേഡ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ലിപ്പേജ് ഒരു വലിയ ചലഞ്ച് തന്നെയാണ്, അതൊരു വലിയ റീസൺ ആണ്. അതിനെ വളരെ ശക്തമായിട്ട് ഇന്ന് മാർക്കറ്റ് ഫീൽഡിൽ നമ്മൾ ടെക്നോളജി വെച്ച് ടാക്കിൾ ചെയ്യുന്നുണ്ട്. അതിന് ഓരോ മാസം കഴിയുമ്പോൾ നമ്മൾ ഇന്ന് വളരെ ബെറ്റർ ആക്കിയ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷത്തിന്റെ റിയാലിറ്റി അൺഫോർച്ചുനേറ്റ്ലി ഇതാണ്. അപ്പോൾ ഓവറോൾ കഴിഞ്ഞ വർഷത്തിലേക്ക് നോക്കുമ്പോൾ ഒന്ന്, മാർക്കറ്റ് ഡിഫിക്കൽട്ട് ആയിരുന്നു. സ്ട്രാറ്റജിയുടെ പെർഫോമൻസ് പോലും ഇതിലും ബെറ്റർ ആകണമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സ്ട്രാറ്റജിയുടെ പെർഫോമൻസ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലുള്ള ഒരു സ്ലിപ്പേജ് തുടക്കകാലങ്ങളിൽ സംഭവിച്ചു. പല വിധത്തിലുള്ള സൊല്യൂഷൻ നമ്മൾ റോൾ ഔട്ട് ചെയ്ത് ബെറ്റർ ആക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സിന് കിട്ടിയ പ്രോഫിറ്റിന്റെ റേഞ്ച് ഇതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നു, ഇതും നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ, നമ്മൾ എന്താണോ ഡെലിവർ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡെലിവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ മുൻപിൽ വന്ന് വിത്ത് ഓൾ ഓണസ്റ്റി, ട്രാൻസ്പെറൻസി ഞാനിത് പറയുന്നുണ്ട്. എന്താണ് കസ്റ്റമേഴ്സിന് ആക്ച്വലി കിട്ടിയത്, എങ്ങനെയാണ് ഞങ്ങൾ പെർഫോം ചെയ്തത്, എല്ലാം വളരെ കൃത്യമായി നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവുക, എന്തുകൊണ്ടാണ് എന്റെ റിട്ടേൺസ് ഹൈ ആയിരിക്കുന്നത്? ശരിയല്ലേ? അതായത് യൂസേഴ്സിന്റെ റേഞ്ച് 0 to 13% എന്ന് പറയുമ്പോൾ എന്റെ റിട്ടേൺസ് നിയർലി 12%. അതായത് ഈ റേഞ്ചിന്റെ അപ്പർ എൻഡിലാണ് ഞാൻ വരുന്നത്. അപ്പൊ അവിടെ മേജർ ആയിട്ടുള്ള 2 റീസൺസ് ആണുള്ളത്. ഒന്ന്, എല്ലാ യൂസേഴ്സിനും ഇങ്ങനെ ഒരു സർവീസ് കൊടുക്കുന്നതിന് നമ്മളൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. ഒബ്വിയസ്ലി ഇത് എന്റെ സ്ഥാപനം ആയതുകൊണ്ടും ഇത് ഞാൻ തന്നെ ഒരുക്കുന്ന സർവീസ് ആയതുകൊണ്ടും ആ ചാർജസ് എന്റെ അക്കൗണ്ടിൽ ഈടാക്കപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ചാർജ് കുറവായി ഈടാക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എന്റെ റിട്ടേൺസ് കൂടുതലായി നിൽക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമതൊരു റീസൺ ഉള്ളത്, എന്റെ അക്കൗണ്ട് ഇന്റേണലി പല സ്ട്രാറ്റജീസ് പുതിയ ഇറക്കുമ്പോഴും ട്രേഡിംഗ് സ്ട്രാറ്റജീസിൽ ചേഞ്ച് വരുത്തുമ്പോഴും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഒരു അക്കൗണ്ട് വേണം. പലപ്പോഴും എന്റെ അക്കൗണ്ടാണ് ടെസ്റ്റിംഗ് അക്കൗണ്ട് ആയിട്ട് എടുക്കലുള്ളത്. അഗൈൻ എന്റെ തന്നെ കമ്പനിയാണ്, എന്റെ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്റെ തന്നെ ക്യാപിറ്റലാണ് ഉപയോഗിക്കലുള്ളത്. അപ്പൊ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ അതിന് ബെനിഫിറ്റ് ഉണ്ടാവും, അതായത് എക്സ്ട്രാ ലാഭം ഉണ്ടാകും. ചില ടെസ്റ്റുകൾ നഷ്ടത്തിലേക്കും പോകലുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ടെസ്റ്റ് ട്രേഡ്സ് നടത്തിയിട്ടുണ്ട്, ചാർജസിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇതെല്ലാം കൊണ്ടാണ് എന്റെ റിട്ടേൺസ് 12% നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ക്ലാരിറ്റി നിലനിൽക്കെ മാർക്കറ്റ് ഫീഡിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓഫറിംഗിന്റെ ഒരു ഓവറോൾ ഒബ്ജക്റ്റീവ് അനാലിസിസ് ഞാൻ തന്നെ നടത്തുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഞാൻ വളരെ ഹാപ്പി ഒന്നുമല്ല ഈ വർഷത്തെ പെർഫോമൻസ് വെച്ചിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഒബ്ജക്റ്റീവ് ഹയർ റിട്ടേൺസ് ഉണ്ടാക്കാനാണ്, ശരിയാണല്ലോ. പക്ഷേ
നേരത്തെ പറഞ്ഞതുപോലെ ട്രേഡിങ്ങിന്റെ നേച്ചർ എന്ന് പറയുന്നത് തന്നെ ചില വർഷം ഹയർ റിട്ടേൺസ് ഉണ്ടാകും, ചില വർഷം നഷ്ടത്തിലേക്ക് പോയേക്കാം, ചില വർഷം ലോ റിട്ടേൺസ് ഉണ്ടാകുള്ളൂ. അങ്ങനെ പോലും വേണമെങ്കിൽ സമാധാനിക്കാം. ഈ വർഷം റിട്ടേൺസ് ലോ ആണ് അല്ലേ? കസ്റ്റമേഴ്സിന് 0 to 13% റിട്ടേൺസ് എന്ന് പറയുന്നത് ഒരിക്കലും ഹാപ്പിയായി സൂപ്പർ പ്രൗഡ് ആകാൻ പറ്റിയ റിട്ടേൺസ് അല്ല. എന്നാൽ അതേസമയം നമുക്ക് നല്ല ക്ലാരിറ്റിയും ഉണ്ട് എന്താണ് എവിടെയാണ് നമ്മുടെ ഷോർട്ട് കമ്മിങ്സ് എന്നുള്ളത്, എവിടെയാണ് നമ്മുടെ വീക്ക്നെസ്സസ് എന്നുള്ളത്. അതിൽ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ഇനി ബെറ്റർ ആക്കാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയും ആ ഒരു കോൺഫിഡൻസുമാണ് തീർച്ചയായിട്ടും അതിശക്തമായിട്ട് ഞങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓവറോൾ പെർഫോമൻസിനെ ഞാൻ തന്നെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഐ അഗ്രി, ഡെഫിനറ്റ്ലി നോട്ട് എ ഗ്രേറ്റ് ഇയർ. എന്നാൽ അതേസമയം വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകാമായിരുന്ന ഒരു വർഷത്തെ സേവ് ചെയ്യാൻ പറ്റിയെന്നൊരു സമാധാനമുണ്ട്. ബട്ട് വിത്ത് ഓൾ ട്രൂ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് നമ്മൾ ഇനിയും ബെറ്റർ ആകേണ്ടതുണ്ട്, ഇനിയും നന്നാകേണ്ടതുണ്ട്. അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. അത് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ വീഡിയോ നിർത്തുകയും ചെയ്യാം. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്തെടുക്കേണ്ടത് ഒരു അതിശക്തമായ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഫൈനാൻഷ്യലി റെസ്പോൺസിബിൾ ആകുന്ന, ജീവിതത്തിൽ അതിശക്തമാകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നും എപ്പോഴും നിങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു കാണിക്കുന്നത്, ട്രാൻസ്പെറൻസിയോടുകൂടി ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ബിൽഡ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അവിടെയാണ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഓഫറിങ്സ് മോശമായി വർക്ക് ചെയ്താൽ എനിക്കറിയാം കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെടില്ല, നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല, നമ്മൾ തമ്മിൽ ലോങ് ടേമിലേക്ക് അസോസിയേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ എനിക്ക് ഫുൾ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. എൻ്റെ കസ്റ്റമേഴ്സിനും നിങ്ങൾക്കും എന്താണോ ബെസ്റ്റ്, എങ്ങനെയാണോ ഏറ്റവും ബെസ്റ്റ് വാല്യൂ തരാൻ പറ്റുക, അത് എപ്പോഴും തന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് മുന്നിലേക്ക് കുറെ ദൂരം സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും കൂടി നമ്മൾ എത്തിയ സ്ഥിതിക്ക് നമ്മുടെ വീഡിയോ ഇവിടെ നമുക്ക് നിർത്താമെന്ന് വിശ്വസിക്കുന്നു. പറയാനുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ക്ലാരിറ്റിയും നിങ്ങൾ കിട്ടി എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നാലും വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ എനിക്കറിയാം കമന്റ് സെക്ഷനിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റുകൾ വരാൻ സാധ്യതയുണ്ട്. 12% ആനുവൽ റിട്ടേൺസ് എന്ന് പറയുന്ന ഒരു ട്രേഡർക്ക് വലിയൊരു സംഭവമാണോ? ഒരിക്കലുമല്ല. ഞാനും നിങ്ങളോട് എഗ്രി ചെയ്യുന്നു. 12% ഇപ്പോൾ വലിയ ക്യാപിറ്റൽ കൊണ്ട് 1 കോടി രൂപ ലാഭം ഉണ്ടാക്കൽ വലിയ സംഭവമാണോ എന്ന് ചോദിക്കും. ഞാൻ എഗ്രി ചെയ്യുന്ന ഒരു വലിയ സംഭവമല്ല. അതേസമയം ഞാൻ പറയുന്നു ട്രേഡിങ്ങിന്റെ നേച്ചർ ഇങ്ങനെയാണ്. ലാഭമുണ്ടാകാം, നഷ്ടത്തിലേക്ക് പോലും പോകാം. ഡിഫിക്കൽട്ട് ഇയർ ആയിരുന്നു, എന്നാൽ പോലും ഓക്കേയിഷ് ആയിട്ട് മാത്രമേ പെർഫോം ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേറെ വരാൻ സാധ്യതയുള്ള ഒരു കമന്റ്, നിങ്ങൾ നിങ്ങളുടെ യൂസേഴ്സിനെ സർവീസിന് ചാർജ് ചെയ്യുന്നില്ലേ, ആ ചാർജ് ചെയ്യുന്നതുകൊണ്ടാണോ യൂസേഴ്സിന് നഷ്ടം ഉണ്ടായത്? അപ്പോൾ നിങ്ങൾ ലാഭം ഉണ്ടാക്കിയില്ലേ, യൂസേഴ്സിന് വലിയ ലാഭം ഉണ്ടായില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ പോലും ഓരോ കസ്റ്റമർ വരുമ്പോഴും ചാർജസ് എന്താണെന്ന് വളരെ വിശദമായി പറയുന്നുണ്ട്. ഒരിക്കലും ഒരു ഫ്രീ സർവീസ് അല്ല, ഒരു ബിസിനസ് ആണ് നടത്തുന്നത്. അതിന് അതിൻ്റെതായ സർവീസ് ചാർജും അതിന്റെ ഫീസും ഉണ്ട്. അത് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ കസ്റ്റമേഴ്സിനെയും കൊണ്ടുവന്നത്. ഇത്തവണ ചാർജ് കഴിഞ്ഞിട്ട് വലിയ ലാഭം ഉണ്ടായില്ല എന്നുള്ളത് അൺഫോർച്ചുനേറ്റ് റിയാലിറ്റിയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും ബെറ്റർ റിട്ടേൺസ് ഉണ്ടായി. ആ റിട്ടേൺസ് ഉണ്ടായതും ഈ ചാർജസ് കഴിഞ്ഞിട്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേറൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, FDയിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഇട്ടാൽ പോലും 7% കിട്ടില്ലേ? ഇത്ര റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്തിട്ട് 5%, 7%, 10% ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും FDയിൽ ഇട്ടാൽ ഫിക്സ്ഡ് ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ 7% കിട്ടും. അങ്ങനെ ഒരു ഫിക്സ്ഡ് ഇൻകം, ഒരു ഫിക്സ്ഡ് റിട്ടേൺസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും FD ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ട്രേഡിങ്ങിന്റെ നേച്ചർ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ വലിയ ലാഭങ്ങൾ ഉണ്ടായേക്കാം, ചില വർഷങ്ങൾ ചെറിയ ലാഭമേ ഉണ്ടാവുള്ളൂ, ചില വർഷം നഷ്ടത്തിലേക്ക് പോയേക്കാം. എന്നാലും നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആവറേജ് FDനെ തീർച്ചയായിട്ടും FDനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡറായി അല്ലെങ്കിൽ ഒരു ഫെയിൽഡ് ട്രേഡർ ആകുമ്പോൾ വേണമെങ്കിൽ പൈസ ഒക്കെ തിരിച്ചെടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ FDയിൽ ഇടുകയും ചെയ്യാം അല്ലേ. അപ്പൊ ഇത്രയെല്ലാം ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം. വീഡിയോയിൽ നിന്ന് അതിശക്തമായ വാല്യൂ എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ചെന്നിട്ട് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇൻവെസ്റ്റിംഗിൽ താല്പര്യമുള്ള, ഇൻവെസ്റ്റിംഗിലേക്ക് ഇറങ്ങാത്ത എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്യാപിറ്റൽ വെച്ച് 2 റിട്ടേൺസ് ഉണ്ടാക്കാൻ ഉള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ അപ്കമിംഗ് വെബിനാറിലേക്ക് താല്പര്യമുള്ള എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 4.5 ലക്ഷം രൂപയാണ്. അത് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് 4.5 ലക്ഷം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റിയൊരു തുക ആയിക്കൊള്ളണമെന്നില്ല. അവിടെ ഫുൾ റെസ്പോൺസിബിലിറ്റിയോടുകൂടി ഞാൻ പറയുന്നു, അത്ര ക്യാപിറ്റൽ ഇല്ലാത്തവരിലേക്കും അവരുടെ ഫൈനാൻഷ്യൽ ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്ട്സുമായിട്ടും തീർച്ചയായിട്ടും നമ്മൾ വരുന്നത് തന്നെയായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ലോങ് ടേം ജേർണിയാണ്. നമ്മൾ ഒരുമിച്ച് ഫൈനാൻഷ്യലി അടിപൊളിയാകാൻ, ബെറ്റർ ആകാൻ, ആകാനുള്ളൊരു ജേർണിയിലാണ് നമ്മളുള്ളത്. നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായി കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.